Hi all, very good morning to all. Quantitative aptitude chapter 7 sets relation functions ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സെറ്റ് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് എന്നാണ്. എന്താണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ മാത്തമാറ്റിക്സിൽ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒബ്ജക്റ്റ് എന്നാണ് പറയുക. ചന്ദ്രനാവട്ടെ, സൂര്യനാവട്ടെ, എല്ലാ കാര്യങ്ങളും. അതിൽ തന്നെ ലിവിങ്, ജീവനുള്ളതാവട്ടെ, ആന, മയിൽ, ഒട്ടകം തുടങ്ങി ഏതാണ് മനുഷ്യന്മാർ എല്ലാവരും എല്ലാം എന്താണ് ഒബ്ജക്റ്റ് ആയാണ് പറയുക. നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഒബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളെ ഭക്ഷണങ്ങൾ, മന്തി, ബിരിയാണി, ഇതെല്ലാം എന്താണ് ഒബ്ജക്റ്റാണ്. മാത്തമാറ്റിക്സിൻ്റെ കാഴ്ചപ്പാടിൽ ഒബ്ജക്റ്റാണ്. ഇനി വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയും. എന്താണ് ഈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, അത് നമ്മൾ സാധാരണഗതിയിൽ വവൽസ് ഇംഗ്ലീഷിൻ്റെ പറയുമല്ലോ, എ, ഇ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തമാക്കിയാണ്ട് ഒബ്ജക്റ്റിനെ പറയുന്നതാണ് വെൽ ഡിഫൈൻഡ്. അപ്പോൾ വ്യക്തമല്ലാത്തത് എങ്ങനെ നമുക്ക് മനസ്സിലാവാം? എ കളക്ഷൻ ഓഫ് ഗുഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഗുഡ് ഉണ്ടല്ലോ, ഒരു സബ്ജക്റ്റീവ് ലെവലിലേക്ക് വന്നു. അപ്പോൾ അതൊരിക്കലും എന്തല്ല വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തിനാണ് ഇതൊക്കെ സംസാരിച്ചതെന്ന് വെച്ചാൽ, സെറ്റ് ഇവിടെ നിന്നങ്ങോട്ട് സെറ്റ് തുടങ്ങാണ്. സെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ സെറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവ്. ഇവിടെ എന്തുണ്ടാവില്ല, ഗുഡ്, നല്ല ബിരിയാണി എന്ന കൺസെപ്റ്റ് ഉണ്ടാവില്ല, നല്ല മന്തി അങ്ങനെ ഉണ്ടാവില്ല. പകരം എന്താണ് ബിരിയാണി, മന്തി, അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവ് അതാണ് ഉണ്ടാവുക. ആ ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനെ കുറിച്ചാണ് എന്ത് പറയുക, സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റായി തുടങ്ങുന്നില്ലേ? ഈ കളക്ഷനിൽ തന്നെ ലിസ്റ്റഡ് ഉണ്ടാവും, ഡിസ്ക്രൈബ്ഡ് ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഉദാഹരണത്തിനും ഇപ്പോൾ താഴെ കാണുന്ന എക്സാമ്പിൾസിൽ കാണാം. എ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ് കാണുന്നത്. എ, ഇ, ഐ, ഒ, യു അഥവാ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ അത് സെറ്റ് തുടങ്ങുന്നത് കണ്ടില്ലേ? സെറ്റിൻ്റെ തുടക്കം കണ്ടില്ലേ? ഒരു ബ്രേസ്, അവസാനം ക്ലോസ് ചെയ്യുന്നത് വേറൊരു ബ്രേസ്. ഇങ്ങനെയാണ് സെറ്റ് എഴുതുക. അടുത്തത് ബി പറയുന്നുണ്ട്. ബീൻ്റെ എന്താ 2, 4, 6, 8, 10 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സെറ്റ് ഓഫ് ഈവൻ നമ്പറാണ്. ഏത് വരെയുള്ള? 10 വരെയുള്ള. സി പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പറാണ്, 10 വരെയുള്ള. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സെറ്റിന് ബ്രാക്കറ്റിൽ ചെയ്തു വെക്കാം. ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുന്നതിന് ആണ് റോസ്റ്റർ അല്ലെങ്കിൽ ബ്രേസസ് ഫോം എന്ന് പറയാം. അതെന്തില്ല, തുടക്കവും അവസാനവും ഈ ഒരു ബ്രേസസ് മോഡലായിരിക്കും. സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിലെ ഒന്നാമത്തെ മെത്തേഡാണ് ഏത് പറയുന്നത്? റോസ്റ്റർ അല്ലെങ്കിൽ ബ്രേസസ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെറ്റിൻ്റെ മറ്റൊരു ഫോമിലേക്ക് കാണാം. സെറ്റ് ബിൽഡർ അല്ലെങ്കിൽ ആൽജബ്രിക് സെറ്റ് ബിൽഡർ, ആൽജബ്രിക് ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്, അതല്ലെങ്കിൽ അതിനെ പ്രോപ്പർട്ടി മെത്തേഡ് എന്ന് കൂടി വിളിക്കും. ഈ രീതി എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കാം. കമോൺ. നേരത്തെ കണ്ടില്ലേ? നേരത്തെ നമ്മൾ ആൽഫബറ്റിൻ്റെ സെറ്റിന് അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ തുടങ്ങി ബ്രേസസ് ഇങ്ങനെ തുടങ്ങി അതിൽ എ, ഇ, ഐ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡിസ്ക്രൈബ് മോഡലിലാണ് എഴുതുക. എങ്ങനെ? എ ഈക്വൽ ടു എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് വവൽസ് ഇൻ ആൽഫബറ്റ്. ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 10 ഈവൻ നമ്പർ. ഇതിനെ പറയുന്നതാണ് സെറ്റ് ബിൽഡർ അല്ലെങ്കിൽ ആൽജബ്രിക് ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് അല്ലെങ്കിൽ പിന്നെന്താ പ്രോപ്പർട്ടി മെത്തേഡ്. ക്ലിയർ അല്ലേ? ഇനി ഈ പറഞ്ഞ ലിസ്റ്റിങ്ങിനെ തന്നെ വേറെ രീതിയിൽ എഴുതാം. ഇപ്പോൾ ബി നമ്മൾ പറഞ്ഞ എന്താണ്? ദ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 10
ബോത്ത് ഇൻക്ലൂസീവ്. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഡിസ്ക്രൈബ്ഡ് ഫോം വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ബി ഈക്വൽ ടു ബ്രാക്കറ്റ് ബ്രേസ് തുടങ്ങിയാണ്ട് എക്സ്, ഈ പോയിന്റ് ഉണ്ടല്ലോ 2 കുത്ത്, ഇതിനെ വിളിക്കുക സച്ച് ദാറ്റ് എന്നാണ്. സച്ച് ദാറ്റ് 2m. എം എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജർ ലൈൻ ഇന്റർവെൽ 0 ലെസ് ദാൻ m ലെസ് ദാൻ 6. അത് കൂടുതൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നത്. പക്ഷെ അതിൻ്റെ എഴുതേണ്ട ഫോർമാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 2 രീതിയിലാണുള്ളത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റോസ്റ്ററും പിന്നെ ഏതാണ്? റോസ്റ്റർ ഓർ ബ്രേസസ് ഫോം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഓർ ആൽജബ്രിക് ഫോം ഓർ റൂൾ മെത്തേഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അനദർ തിങ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എ ഇ ഐ ഒ യു വവൽസിൻ്റെ അടുത്തല്ലോ. വവൽസിൻ്റെ അടുത്ത കറക്റ്റ് നമുക്ക് എണ്ണാൻ പറ്റും. 1 2 3 4 5 ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണാൻ പറ്റുന്നതിനാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ കയ്യിൽ നിന്നും വിട്ടുപോകുന്ന ഒരുപാട് സാധ്യതകളുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഈ ഇൻഫൈനൈറ്റ് സെറ്റ് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ നാച്ചുറൽ നമ്പർ ഉണ്ടാവുമല്ലോ, 1 2 3 4 5, അതിന് അവസാനമില്ലല്ലോ, അതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അതാണ് n എന്ന് പറയുന്നത്. ഇതിനാണ് ഇൻഫൈനൈറ്റ് സെറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഹോൾ നമ്പർ എന്താ? നാച്ചുറൽ നമ്പറിൻ്റെ മുമ്പിൽ 0 ചേർന്നു എന്നുള്ളൂ, പിന്നെ അതിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരം സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ അല്ലേ? ഇൻഫൈനൈറ്റ് സെറ്റ് ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ ടു അനദർ തിങ്സ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വവൽസിൽ ഏതൊക്കെയാണ്? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഇതിനുള്ളിലുള്ള ഒബ്ജക്റ്റ് അഥവാ എലമെൻറ്റ്, ഇതിനുള്ളിലുള്ള എലമെൻറ്റ് ഒബ്ജക്റ്റിനെ വിളിക്കുക എലമെൻറ്റ് എന്നാണ്. എന്താ വിളിക്കുക? എലമെൻറ്റ്. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഏതിലുണ്ട്? സെറ്റ് എയിലുണ്ട്. എ ബിലോങ്സ് ടു എ എന്നാണ് അതിന് പറയാം. എന്താണ് പറയുക? എ ബിലോങ്സ് ടു എ. ഇത് കണ്ടില്ലേ? ഇത് എ ബിലോങ്സ് ടു എ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബി എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ബി എന്നുള്ളത് ഈ വവൽസിലുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ബി നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ. ഇവിടെ തന്ന ഉദാഹരണത്തിൽ 3 എന്ന് പറയുന്നത് ഏതിലില്ല? സെറ്റ് ബി എന്ന് പറയുന്നതിലില്ല. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 3 ഡസ് നോട്ട് ബിലോങ് ടു എ. സെറ്റല്ലേ? ഇനി അടുത്തത് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് 1, 2 എന്ന് എഴുതാം. അടുത്ത സെറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പി എന്നത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. മനസ്സിലായില്ലേ? ഇതിനെ വിളിക്കുക സബ്സെറ്റ് എന്നാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം പി എന്നതിലെ 1ഉം 2ഉം പ്രോപ്പർ ആയാണ്ട് എവിടെ ഉണ്ട്? 1, 2, 3 എന്ന് പറഞ്ഞാണ്ട് ക്യൂവിലുണ്ട്. പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്നാണ് ഈ സിമ്പിള് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് നേരെ ഓപ്പോസിറ്റും പറയാൻ പറ്റും. ക്യൂ ആരാണപ്പോൾ? ക്യൂ എന്നത് സൂപ്പർ സെറ്റ് ഓഫ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉൾട്ട ആണത് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? പി
ക്യൂ സൂപ്പർ സെറ്റ് ഓഫ് പി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് പറഞ്ഞുതരാം. 1ഉം 2ഉം പിയുടെ 1ഉം 2 എന്തായിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് പ്രോപ്പർ ആയാണ്ട് ക്യൂല് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ എന്തും കൂടി വിളിക്കും? പ്രോപ്പർ സബ്സെറ്റ്. എന്താ വിളിക്കുക? പ്രോപ്പർ സബ്സെറ്റ്. ക്ലിയർ അല്ലേ? ഞാനെന്താ വിളിക്കുക? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ക്യൂ. ഒരിക്കലും പിയും ക്യൂവും എന്തല്ല, തുല്യമല്ല. പക്ഷെ പി എന്നുള്ളത് എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ക്യൂ ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഈ ഒരു സാധനത്തിന് ഒരിക്കലും എന്തുണ്ടാവില്ല? പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവില്ല. ഓൾവേസ് തിങ്ക്. ഇത് നമ്മൾ ചർച്ച ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫൈ. എന്താണ്? ഫൈ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. നൾ അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു വെച്ച സംഗതി. ചില സെറ്റിൽ നമ്മൾ എന്ത് കാണും? നൾ സെറ്റ് കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സെറ്റ് 1 2 3 എടുക്കാം. സെറ്റ് 1 2 3 എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് സബ്സെറ്റ് ഉണ്ടാക്കാം അല്ലേ? ഒന്ന് ഇതന്നെ ഒരു സബ്സെറ്റാക്കി മാറ്റാം. 1 2 3. പിന്നെ വേണമെങ്കിൽ കോമ്പിനേഷൻ എടുക്കാം. ആദ്യത്തെ 1ഉം 2ഉം. അങ്ങനെ താഴെ ഇവിടെ എഴുതിയിട്ടുള്ള പോലെ 1 ഉണ്ടാക്കി, 2 ഉണ്ടാക്കാൻ പറ്റും, 3 ഉണ്ടാക്കാൻ പറ്റും, 4മത്തേത് ഉണ്ടാക്കി, 5 6 7 ഉണ്ടാക്കി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് അഡീഷണൽ ആയാണ്ട് ഒരു ഒന്നും ഇല്ലാത്ത ഒരു സെറ്റും കൂടി അതിൽ അസ്യൂം ചെയ്യണം. ഇതിനെ പറയുന്നതാണ് നൾ സെറ്റ്. എന്താണ്? നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഇതിനെ പറയുന്നത് നൾ സെറ്റ്. അതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഗ്രീക്ക് ലെറ്ററിൽ അതിനെ പറയുന്നത് ഫൈ എന്നാണ്. എന്താണ്? ഫൈ. ഇതിലെൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ചർച്ച ചെയ്യുകയാണെങ്കിൽ, എന്താണ് ഇമ്പോർട്ടൻ്റ് നോട്ട് പറയുന്നത്? എ സെറ്റ് കണ്ടെയ്നിങ് n എലമെൻറ്റ്സ്. ഉദാഹരണത്തിന് നമ്മളിവിടെ 3 എലമെൻ്റ് ഉണ്ടെന്ന് കരുതിയ ഒരു സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ അതിന് സബ്സെറ്റ് എത്ര ഉണ്ടാവും എന്നാണ് പറയുന്നത്? 2n സബ്സെറ്റ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ 1 2 3 ആണ് ഈ തന്ന നോട്ടിലുള്ളത്. 1 2 3 ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്? 1 2 3 4 5 6. ഏഴാമതൊരു സബ്സെറ്റ് ഇതന്നെ ആവാമല്ലോ, പ്രോപ്പർ ചെയ്യാണ്ട്. എട്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നൾ സെറ്റിനെ കൂടി പരിഗണിക്കണം. അപ്പോഴാണ് ടോട്ടൽ സബ്സെറ്റ് ആവുക. എത്രയാണ്? എന്താണ്? ടോട്ടൽ സബ്സെറ്റ് ആവുക. അപ്പോൾ സബ്സെറ്റ് നമുക്ക് കിട്ടി. എത്ര ഉണ്ട്? 8 ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ടെന്നല്ല. ഈ ഒരു നൾ സെറ്റ് ഉണ്ടല്ലോ, എട്ടാമത് നമ്മൾ ചർച്ച ചെയ്ത നൾ സെറ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ഒരിക്കലും എന്തല്ല, പ്രോപ്പർ സബ്സെറ്റ് അല്ല. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് 1 കുറയും. 8ൽ നിന്ന് 1 കുറയും. ബാക്കി എത്ര? 7 വരാം. അപ്പം നമ്മൾ 2n സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, 2n സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ പ്രോപ്പർ സബ്സെറ്റിനെ എങ്ങനെ എഴുതാം?
2n-1. ഇത് മറക്കരുത്. പ്രോപ്പർ സബ്സെറ്റ് എങ്ങനെയാണ്? 2n-1. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? ഇത് സെറ്റല്ലേ? ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റിലേക്ക് പോവാം. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്റ്റ്, ഇങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുക. അതല്ലേ? എ ഇൻ്റർസെക്റ്റ് ബി ഓഫ് സെറ്റ് എ ആൻഡ് ബി കണ്ടെയ്ൻ ഓൺലി എലമെൻറ്റ്സ് കോമൺ. എന്താണ് വരിക? കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ മാത്രമാണ്. ഓക്കെ അല്ലേ? നമ്മൾ തന്ന സെറ്റ് ഏതാണ്? എ എന്ന് പറഞ്ഞാൽ 2, 3, 6, 2, 3, 6, 10, 15. ബി എന്ന് പറഞ്ഞാൽ 3, 6, 15, 18, 21, 24. സി എന്ന് പറഞ്ഞാൽ 2, 5, 7. നമുക്കപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആണ് വേണ്ടത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള സെറ്റാണ് പറയുന്നത്. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. സെറ്റിനുള്ളിലെ ഐറ്റം എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. ഒബ്ജക്റ്റ് സെറ്റിനുള്ളിലേക്ക് വന്നതുകൊണ്ട് ഒബ്ജക്റ്റിനെ എലമെൻറ്റ്സ് എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എ എടുക്കാം. എയിൽ 2 നോക്കാം ആദ്യം. ബിയിലുണ്ടോ? ഇല്ല, കോമൺ അല്ല. പോട്ടെ. 3 എടുക്കാം. 3 ബിയിലുണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് 3 കോമൺ എലമെൻ്റ് ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിലേക്ക്. പിന്നെന്താണ്? 6 എടുക്കാം. 6 ഉണ്ടോ? യെസ്, ബിയിലുണ്ട്, കോമൺ ആണ്. അപ്പോൾ 6 എടുക്കാം. പിന്നെന്താണ്? 10 ഉണ്ടോ? 10 ബിയിലില്ല, അപ്പോൾ അത് കട്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് 15. യെസ്, 15 ഉണ്ട്. സോ 15 കിട്ടി. ബാക്കി അപ്പോൾ എ കംപ്ലീറ്റ് ആയി. ഇനി ഓട്ടോമാറ്റിക്കലി ഇതിന് കോമൺ ആയിട്ട് വരാൻ സാധ്യതയില്ല. അപ്പോൾ 3, 6, 15 ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതേപോലെ തന്നെയാണ് ഏതാണ്? എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. സീൻ്റെ എയുമായി സിയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഉണ്ടോ? യെസ്, 2 ഉണ്ട്. ബാക്കിയുള്ളത് 3, 6, 10, 15 അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. എ ഇൻ്റർസെക്ഷൻ സി എത്രയാണ്? 2 കോമൺ എലമെൻറ്റ്. ബി ഇൻ്റർസെക്ഷൻ സി നോക്കാം. ബിയിൽ 3, 6 കളർ ചേഞ്ച് ചെയ്താൽ 3 സിയിലുണ്ടോ? ഇല്ല. 6 സിയിലുണ്ടോ? ഇല്ല. 15 സിയിലുണ്ടോ? ഇല്ല. 18 സിയിലുണ്ടോ? ഇല്ല. 21 സിയിലുണ്ടോ? ഇല്ല. 24 സിയിലുണ്ടോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി ഒന്നുമില്ല എന്ന് എഴുതാൻ പാടില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് എഴുതേണ്ടത്, അല്ലെങ്കിൽ 5 എന്നെങ്കിലും എഴുതണം. ഓക്കെ അല്ലേ? ഈ ഒന്നുമില്ലാത്ത ഈ സെറ്റിന്, ബി ഇൻ്റർസെക്ഷൻ സി ഒന്നുമില്ലാത്ത സെറ്റിനാണ് വിളിക്കുക ഡിസ്ജോയിൻ്റ് സെറ്റ്. എന്താണ്? ഡിസ്ജോയിൻ്റ് സെറ്റ്. കണ്ടല്ലേ? ബി ഇൻ്റർസെക്ഷൻ സി 5 ആയിരിക്കും. അല്ലെങ്കിൽ അവ തമ്മിൽ എന്ത് 5 അല്ലെങ്കിൽ നിർബന്ധമായിട്ടും എ ഇൻ്റർസെക്ഷൻ സിയിൽ കണ്ട 2 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് കണ്ടല്ലോ. ഇപ്പോൾ അതേപോലെ ഉണ്ടായിരിക്കണം. സോ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ് മനസ്സിലായി, കോമൺ ആയിട്ടുള്ള സെറ്റ് എമൗണ്ട് എലമെൻറ്റ് വരുന്നത്. ഡിസ്ജോയിൻ്റ് സെറ്റ് മനസ്സിലായി, കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ലെങ്കിൽ അതിനെ നൾ സെറ്റ് എന്നങ്ങോട്ട് കാണിക്കണം. ഇനി അടുത്തത് യൂണിയൻ ഓഫ് സെറ്റ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണമല്ലേ, അതിൽ ഇപ്പോൾ വരികയാണെങ്കിൽ ഇതാ, അതിൽ കോമൺ ആയിട്ടുള്ള എല്ലാ എലമെൻ്റാണ് എടുക്കേണ്ടത്. കോമൺ അല്ല, സോറി, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ എമൗണ്ടാണ് എ യൂണിയൻ ബിയിൽ എടുക്കേണ്ടത്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എയിൽ എത്ര ഉണ്ട്? 2. അപ്പോൾ ഇതാ വരുന്നു. എത്ത് 2 ഇവിടെ വന്നു. ബിയിൽ എത്ത് ബാലൻസ് 3 വന്നു. എയിൽ 6 വന്നു. എയിൽ 10 വന്നു. എയിൽ 15 വന്നു. ശ്രദ്ധിക്കുക, എ യൂണിയൻ ബി ആണ്. ബിയിലേക്ക് പോകുമ്പോൾ 3 ഉണ്ട്, 6 ഉണ്ട്. വീണ്ടും അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓൾറെഡി അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇല്ലേ? 3 എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അതേപോലെ 6 ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ എടുക്കണം. 15 ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് എടുക്കേണ്ടായത്. 18 അത് എടുക്കണം, കാരണം അത് റിപ്പീറ്റ് വരുന്നില്ലല്ലോ. അപ്പോൾ എ യൂണിയൻ ബിയിൽ റിപ്പീറ്റ് എഴുതേണ്ടെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ എലമെൻറ്റും
എ യൂണിയൻ ബിയിൽ എടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? സെയിം പ്രൊസീജിയർ തന്നെയാണ് എ യൂണിയൻ സി. ഇതാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു സെറ്റിന് ഒരു എലമെൻ്റെങ്കിലും ഉണ്ടെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുക നോൺ എംപ്റ്റി സെറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുഞ്ഞു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റിൽ തൽക്കാലം ഇപ്പോൾ ഒരു എലമെൻ്റ് വന്ന് കിടക്കുകയാണ് 0 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ സെറ്റ് നമുക്ക് നോൺ എംപ്റ്റി സെറ്റ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. എലമെൻറ്റിൻ്റെ പേര് 0 എന്നാണെന്നുള്ളൂ. ഇനി മറ്റൊരു സംഗതിയാണ് സിംഗിൾട്ടൺ സെറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോൺ എംപ്റ്റി സെറ്റ് തന്നെയാണ്, പക്ഷേ 0 അല്ലാത്ത ഏത് എലമെൻ്റ് വന്നാലും ഇതിനെന്താ വിളിക്കേണ്ടത്? ഓൺലി എലമെൻ്റ് ഈസ് 1 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം ഇവിടെ 1 വന്നാണ്ട് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ആകെ ഒരു എലമെൻ്റേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുക സിംഗിൾട്ടൺ സെറ്റ് എന്നാണ്. സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ്, ഈക്വൽ സെറ്റും ഇക്വലൻ്റ് സെറ്റും ശ്രദ്ധിക്കാം. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണ്. അത് നമുക്ക് എഴുതാൻ പറ്റും, എ ഈക്വൽ ടു ബി. അതായത് ഉദാഹരണത്തിന് ഇല്ലസ്ട്രേഷനിൽ നോക്കാം. എ എന്ന് പറഞ്ഞാൽ 2, 4, 6. ഓക്കെ, 3 ഐറ്റമുള്ളത്. ബി എന്ന് പറയുന്നത് 2, 4, 6 സെയിം സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഈക്വൽ സെറ്റ് എന്നാണ് പറയുക. എന്ത് സെറ്റാണത്? അതിൻ്റെ ഉദാഹരണം അത് ഈക്വൽ സെറ്റ് എന്നുള്ളത്. ഇനി നല്ല ശ്രദ്ധിക്കാം. ഇക്വലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫൈനൈറ്റ് സെറ്റ്. നമ്മൾ ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞു, കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന 2 ഫൈനൈറ്റ് സെറ്റിനെ ഇക്വലൻ്റ് ആണെന്ന് പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഉദാഹരണത്തിന് ഇങ്ങോട്ടേക്ക് വരാം. ഇക്വലൻ്റ് സെറ്റ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് എ എന്താണ്? എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. സെറ്റ് ബി എന്താണ്? എലമെൻ്റ് എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 3 തന്നെയാണ്. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നതും 3 തന്നെയാണ്. അങ്ങനെ നമ്പർ, ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കാർഡിനൽ നമ്പർ. എന്താണ്? കാർഡിനൽ നമ്പർ. ഈ കാർഡിനൽ നമ്പർ തുല്യമാകുന്ന 2 സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഈക്വലൻ്റ് സെറ്റ്. ക്ലിയർ ആയല്ലോ? കാർഡിനൽ നമ്പർ തുല്യമാവുന്ന 2 സെറ്റുകളെ വിളിക്കുന്ന സെറ്റാണ് ഈക്വലൻ്റ് സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ എലമെൻറ്റുകൾ തന്നെ ഈക്വലായി പോകണം. മറ്റേതെന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ് ഈക്വൽ ആവുക. അതാണ് ഈക്വലൻ്റ് സെറ്റ്. ഓക്കെ, അത് സെറ്റായല്ലോ. നെക്സ്റ്റ്, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ്, നൾ സെറ്റ്, 0 സെറ്റ്, നമ്പർ 0, ഇതൊക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. 5 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ എന്തുണ്ടാവില്ല? എലമെൻ്റ് ഉണ്ടാവില്ല. 5 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ എലമെൻ്റ് ഉണ്ടാവില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷെ അപകടം പിടിച്ച സാധനം ഇങ്ങനെ വന്നിട്ട് 0 ഉണ്ടെങ്കിൽ അവിടെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കരുതണം കേട്ടോ. ഒരു എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ പേര് 0 ആണെന്ന് ആണ് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഘടകം 0 എന്ന് പറയുന്നത് അതൊരു നമ്പറാണ്. അതൊരിക്കലും എന്തല്ല? സെറ്റല്ല. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാക്കണം. ആദ്യത്തേത് നോ എലമെൻ്റ്, രണ്ടാമത്തത് 0 എന്നാണ് പേര്, അടുത്തത് സെറ്റ് എന്നല്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ലെറ്റ്സ് ഗോ ടു യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിന് നമുക്ക് പറയാം എസ് അല്ലെങ്കിൽ യു. അതിൻ്റെ ഒരു വെൻ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് അതിനെ വെൻ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. വെൻ ഡയഗ്രാം, അതായത് ഇതിനെ സെറ്റിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നത്. ഇത് വെൻ ഡയഗ്രാം ഓഫ് ഏതാണ്? എസ്, യൂണിവേഴ്സൽ സെറ്റാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അതിൽ തന്നെ ഒരു സെറ്റ് ഉണ്ടെന്ന് കരുതാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എലമെൻറ്റ് 1, 2 അങ്ങനെയാണെങ്കിൽ
അത് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എ എത്രയാണ് എലമെൻറ്റ് 1 2. ക്ലിയർ ആണല്ലോ. ഇതാണ് സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് എന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് അടുത്തത് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്ന ലോ ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാൻ വെൻ ഡയഗ്രം ഇപ്പം നമ്മൾ വരച്ചല്ലോ, യൂണിവേഴ്സലിൻ്റെ എസ് അല്ലെങ്കിൽ യു. അതിൽ എ നമ്മൾ പറഞ്ഞു എത്രയാണ് 1 2. എ എത്രയാണ് 1 2 എലിമെൻറ്റ്. ബി എത്രയാണ് നമ്മൾ എടുക്കാം സെറ്റ് 2 3. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വരക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ രണ്ട് ഡി മോർഗൻസ് നിയമം പ്രകാരം ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഡാഷ്, ഈ ഡാഷ് എന്ന് പറയുന്ന ഈ പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ യൂണിയൻ ബിക്ക് പുറത്തുള്ളത്. അത് ഏതിന് തുല്യം? എ ഡാഷ്, അതായത് എക്ക് പുറത്തുള്ളത് ഇൻ്റർസെക്റ്റ് ചെയ്യുക ബി ഡാഷ്, ബിക്ക് പുറത്തുള്ളത്. നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കിട്ടിയതിൽ എന്തായിരിക്കും ഉത്തരം? 1ഉം 2ഉം തമ്മിലുള്ള മൊത്തം എലമെൻ്റാണ് എ യൂണിയൻ ബി വരിക. എത്രയാണ് വരിക? 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ ഈ സെറ്റ് എ ഓക്കെ ആയി. ഇനി സെറ്റ് ബിയിൽ എന്താ ഉള്ളത്? 2 ഓൾറെഡി വന്നു കഴിഞ്ഞു, അപ്പോൾ അത് എഴുതണ്ട. ഇനി എന്താ ഉള്ളത്? 3 ആണ്. അപ്പോൾ 1 2 3 എന്ന് എ യൂണിയൻ ബി കിട്ടിയില്ല. ഇനി അത് ഏതിന് തുല്യമെന്ന് പറഞ്ഞത്? എ യൂണിയൻ ബി കിട്ടി. അതിൻ്റെ എ യൂണിയൻ ബിൻ്റെ ഡാഷ് അതെന്താണ്? എ യൂണിയൻ ബി ഡാഷ് അതെന്താണ്? 1 2 3. ഈ ഫിഗറിൽ നോക്കാം 1 2 3 അല്ലാതെ അതിന് പുറത്തുള്ളത്, പുറത്തൊന്നുമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യാം? 5 എന്ന് റെക്കോർഡ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എ ഇൻ്റർസെക്റ്റ് എ ഡാഷ് ഇൻ്റർസെക്റ്റ് ബി ഡാഷ്, അതെങ്ങനെ ചർച്ച ചെയ്യും? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡാഷ് നമ്മളിപ്പോൾ കണ്ട് എക്ക് പുറത്തുള്ള എക്ക് ഇതാ ഈ ഒരു ഫിഗർ ഇല്ലേ, ഈ ഒരു ഫിഗർ ഇങ്ങനെ നോക്കിയാൽ എക്ക് പുറത്തുള്ള ഏതാണ്? 3 ഉള്ളത് അല്ലേ? അപ്പോൾ എ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും 3. ഇനി ബി ഡാഷ് ഇതാ ഈ ബിക്ക് പുറത്തുള്ളത്, ബിക്ക് പുറത്തുള്ളത് എത്രയാണ്? 1. ഇനി നമ്മളോട് ഇൻ്റർസെക്റ്റ് ചെയ്യാനാണ്. എ ഡാഷിനും ബി ഡാഷിനും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇൻ്റർസെക്റ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള? കോമൺ എലമെൻറ്റാണ്. 3ഉം 1ഉം കോമൺ എലമെൻ്റ് ഉണ്ടോ അതിൽ? സെറ്റുകളിൽ നിന്ന് കിട്ടാൻ പറ്റുമോ? ഇല്ല, 5 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷന് പ്രൂവ് ചെയ്തു, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് 5 ആണെന്ന് പ്രൂവ് ചെയ്തു, റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്തു. ഈ നിയമങ്ങളാണ് ഡി മോർഗൻസ് ലോ. നെക്സ്റ്റ് രണ്ടാമത്തത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഇതേപോലെ എക്സാമ്പിൾ എടുത്താൽ. അപ്പോൾ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്, ഈ ലോ പഠിച്ചിരിക്കുക, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എന്ന് പറയുന്നത് എ ഡാഷ് ഇൻ്റർസെക്റ്റ് ബി ഡാഷ്. അതുപോലെ രണ്ടാമത്തെ നിയമം പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ബി ഡാഷ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ യൂണിയൻ വരുമ്പോൾ, ആദ്യത്തെ ഇക്വേഷനിൽ യൂണിയൻ വരുമ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യണം? ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഇൻ്റർസെക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? യൂണിയൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഇതാണ് ഡി മോർഗൻസ് ലോ. ഇത് പഠിച്ചിരിക്കാം. കാർഡിനൽ നമ്പർ നമ്മൾ പറഞ്ഞു, ഡിനോട്ട് ചെയ്യുക എൻ ഓഫ് എ എന്നാണ് പറയേണ്ടത്. എന്താണ് എൻ ഓഫ് എ?
അപ്പോൾ ഇപ്പോൾ ഒരു 6 എന്ന് പറയുന്നത് സെറ്റ് എടുക്കുകയാണെങ്കിൽ 1 2 3 4. അപ്പോൾ കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കിട്ടുക. ഓക്കെ, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഫൈനൈറ്റ് സെറ്റിലെ പ്രിൻസിപ്പിൾ ഉണ്ട്, കുറച്ച് പ്രിൻസിപ്പിൾ 2 സെറ്റിൻ്റെ. എങ്ങനെയാണ് അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ സെറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം നേരത്തെ എടുത്ത സെറ്റ് തന്നെ എടുക്കുക. നേരത്തെ എടുത്ത സെറ്റ് എന്തായിരുന്നു? എ എന്ന് പറയുന്നത് 1 2. അപ്പോൾ എത്ര ഉണ്ട്? 2 എലമെൻ്റ് ഉണ്ട് അല്ലേ? നമ്പർ ഓഫ് എ എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം. നമ്പർ ഓഫ് ബി എന്ന് പറയുമ്പോൾ 2 3 എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്പർ ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര ഇടാം? എ യൂണിയൻ ബിന്ന് എഴുതി നോക്കാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതാൻ പറ്റും, 2 എന്ന് എഴുതാൻ പറ്റും, 3 എന്ന് എഴുതാൻ പറ്റും. എല്ലാം കൂടി എടുക്കണം എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്പർ എത്രയാണ്? എ യൂണിയൻ ബിൻ്റെ 3. ഓക്കെ അല്ലേ? പിന്നെന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി പറയൂ. എ ഇൻ്റർസെക്ഷൻ ബി ഏതാണ്? കോമൺ എലമെൻറ്റ് ഒന്നിലും ഇതിലുള്ളത് ഇതാണ് കോമൺ എലമെൻറ്റ്. 2 എന്ന് പറയുന്ന സംഗതിയാണ് കോമൺ എലമെൻറ്റ് അല്ലേ? യെസ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എടുക്കാം. എത്ര വരുന്നത്? 1. ഓക്കെ അല്ലേ? ഇനി ഈ പ്രിൻസിപ്പിളിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ പ്രിൻസിപ്പിളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ്ട് തുടങ്ങാം. ലെഫ്റ്റ് ഹാൻഡ് എന്താ പറയുക? നമ്പർ ഓഫ് എ യൂണിയൻ ബി. ഇതാ എത്രയാണ്? 3 പേര്. ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇതാ 2 പേര്. പ്ലസ് നമ്പർ ഓഫ് ബി എത്രയാണ്? 2 പേര്. ഓക്കെ. മൈനസ് എത്രയാണ്? നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 1 അല്ലേ കിട്ടിയിട്ടുള്ളൂ? 1. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും 3 തന്നെയാണ്. ഇവിടെ എന്താടാ? 2 കൂട്ടം 2 4. 4 1 കുറച്ചാൽ 3. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഓക്കെ. ഈ നിയമത്തിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ. 2 എലമെൻറ്റിൻ്റെ കണ്ടെത്താനുള്ള 2 സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ആദ്യം എന്താ? നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മറക്കരുത്, മാറിപ്പോകരുത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്ജോയിൻ്റ് സെറ്റ് അതിനിടയിൽ വന്ന ഡിസ്ജോയിൻ്റ് സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവ തമ്മിൽ എയും ബിയും കോമൺ ആയിട്ട് എലമെൻ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ അത് 5 ആയി മാറും എന്ന് പറഞ്ഞു. 5 ആയി മാറുമ്പോൾ എന്തായി? ഇവ തമ്മിൽ അതിൻ്റെ നമ്പർ എത്ര ആയിരിക്കും? അപ്പം 5 ആയി മാറുമ്പോൾ അതിൻ്റെ നമ്പർ 0 ആയിക്കൊണ്ടാണ് വരിക. അവിടെ എലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ 0 ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും. എന്താണ്? നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്നത് എന്തായി മാറും? നമ്പർ ഓഫ് എ, നമ്പർ ഓഫ് ബി. മൈനസ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല, അത് ഓൾറെഡി 0 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ മാർക്ക് അതായത് ഇവിടെ ശ്രദ്ധിക്കുക. 1 2 എന്നായിരിക്കും എലമെൻറ്റ്. ബി എന്ന് പറയുന്നത് 3 4 ആയിരിക്കും. അത് അങ്ങനെ ആകുമ്പോൾ നമ്മളിതാ നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എത്ര? 1 2 3 4 അല്ലേ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇതടാ 1 2 3 4 എന്നുള്ള സെറ്റിൽ നിന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഇടടാ? 4. അപ്പോൾ ഇവിടെ 4 എന്ന് എഴുതി. ഓക്കെ, ഇതിങ്ങോട്ടൊക്കെ പോയി. ഇനി നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് ഇതാ ഇവിടെ 2 ഉണ്ടല്ലോ. അപ്പോൾ 2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എത്ര എലമെൻറ്റ്? 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 4 ഈക്വൽ ടു 4 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഡിസ്ജോയിൻ്റ് ആകുമ്പോൾ ഇക്വേഷന് മാറ്റം വരുന്നത്. ഇനി 3 സെറ്റിൻ്റെ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കാം. ഇത് നമ്മൾ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യേണ്ട. ഫസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് പി സെറ്റ് പിയും ക്യൂവും 6 എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പി യൂണിയൻ ക്യൂ യൂണിയൻ 6 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പി, നമ്പർ ഓഫ് ക്യൂ, നമ്പർ ഓഫ് 6 എല്ലാം സെയിം. നമ്പർ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ,
നമ്പർ ഓഫ് ക്യൂ ഇൻ്റർസെക്ഷൻ 6, എന്നിട്ട് കുറയ്ക്കുക ഏതാണ് നമ്പർ ഓഫ് പി ഇൻ്റർസെക്ഷൻ 6. ഇൻ്റർസെക്ഷൻ വരുന്നതെല്ലാം കുറയ്ക്കുക. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനം വരുന്ന ആളെ നല്ല ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാണ്? മൊത്തം ഇൻ്റർസെക്ഷനെ കൂട്ടാണ് ചെയ്യേണ്ടത്. എന്താണ്? മൊത്തം ഇൻ്റർസെക്ഷനെ കൂട്ടാണ്. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് ഈ ഫോർമുല അങ്ങനത്തെ പഠിച്ചു വെച്ചാൽ മതി. ഇനി അതിൽ തന്നെ ഡിസ്ജോയിൻ്റ് എന്താണ്? ഇൻ്റർസെക്ഷൻ തമ്മിൽ 5 ആയാൽ പിയും ക്യൂവും 6ഉം ഡിസ്ജോയിൻ്റ് ആയാൽ നേരെ എന്ത് മാത്രം എടുത്താൽ മതി? ഇൻ്റർസെക്ഷൻ ഒന്നും ഇല്ലാത്ത ഓരോ സെറ്റിൻ്റെ എലമെൻറ്റിൻ്റെ നമ്പർ മാത്രം എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. പി ക്യൂ 6 കോമൺ ആയിട്ട് വരുമ്പോൾ ഡിസ്റ്റോയിൻ്റ് ഒക്കെ വരുമ്പോൾ 0 ആയി പോവും. അപ്പോൾ നമുക്ക് ഡാറ്റ ഉണ്ടാവില്ല. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് ദ സെറ്റ്. നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് ചോദിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2n. ഇവിടെ n എത്രയാണ് നമുക്കുള്ളത്? 1, 2, 3. അപ്പോൾ 3. അപ്പോൾ സബ്സെറ്റ് എന്ന് പറയുന്നത് 2n 2 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എത്രയാണ്? 8. ആൻസർ ബി ആണ്. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സെറ്റ് കണ്ടെയ്നിൻ n. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പോവാണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സെറ്റ് കണ്ടെയ്നിൻ n എലമെൻറ്റ്. n എലമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഇക്വേഷന് നേരിട്ടാണ്ട് പറഞ്ഞാൽ മതി. എന്ത്? n എലമെൻറ്റ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് കണ്ടെയ്ൻ n എലമെൻറ്റ്സ്. ഇവിടെ ആൻസറിൽ ചെറിയൊരു മാറ്റം വരുത്താണ്ട്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇത് 2n ഇത് 2-n ആണ് കേട്ടോ. ആൻഡ് സി എന്ന് പറയുന്നത് n². നൺ ഓഫ് ദീസ്. ഇതിപ്പോൾ ഇതിലേതാണ് ആൻസർ? നമ്മളിപ്പോൾ പഠിച്ച പ്രകാരം നമ്പർ ഓഫ് n 2n ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണല്ലോ. ഓക്കെ, ഇനി നൾ സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ക്വസ്റ്റ്യൻ നമ്പർ 3 നൾ സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാം. മൂന്നാമത്തെ നൾ സെറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? നൾ സെറ്റ് ഇതൊരിക്കലും ആവില്ല. കാരണം ഇത് നമ്മൾ പഠിപ്പിച്ചില്ലേ, ഇത് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് വരേണ്ടത്. ഇതൊരിക്കലും ആവില്ല. കാരണം ഇതെന്താ? ഇത് 0 അതിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 1 എലമെൻറ്റ് എക്സിസ്റ്റ് എന്നാണ് പറയുക. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്? ഇതിനെ വേറെ രീതിയിൽ പറയാൻ പറ്റും. ഇങ്ങനെ 5 എന്നാണ് അതിൻ്റെ വിളിക്കുക. അപ്പോൾ നൾ സെറ്റ് ആൻസർ ഈസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. 2, 3, 5, 7, 4, 8, 10, 12 എ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 2 എയില് 2 ബിയിലുണ്ടോ? ഇൻ്റർസെക്ഷൻ എന്താ കോമൺ ആയിട്ട് കണ്ട്? ഇല്ല. ബിയിൽ 3 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. 7 ഉണ്ടോ? ഇല്ല. അപ്പോൾ കോമൺ ആയാണ്ട് ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഉത്തരം ഏതാണ് വരിക? 4 0 എലമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി. 4ൻ്റെ ആൻസർ സി 5. അഥവാ അല്ലെങ്കിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ എ ഇൻ്റർസെക്ഷൻ ബി ആണ്, കോമൺ ആയാണ്ട് വരുന്നതാണ് അടുത്തത് 6ാമത്തെ ചോദ്യം. സെറ്റ് എക്സ് ഇതിനെ സച്ച് ദാറ്റ് എന്ന് വിളിക്കാം. എക്സ് എന്ന് പറയുന്നത് ഈവൻ ഇൻറ്റീജർ ആണ്. 0ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ എന്നുള്ളതാണ്. 0ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 0ൻ്റെയും 10ൻ്റെ ഇടയിൽ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2 വരാം, 4 വരാം, 6 വരാം, 8 വരാം, 10 വരാം ഇല്ല. അതിനിടയിലുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ 6 എ. നെക്സ്റ്റ് 7 എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ മൈനസ് ബി, എന്നും ബിയിലും കോമൺ ആയാണ്ട് വെട്ടിപ്പോകാവുന്നത്. അതാണ് എ മൈനസ് ബി എന്നത് ഉദ്ദേശിക്കുന്നത്. എയിലും ബിയിലും ഏതാണ് കോമൺ ആയാണ്ട്? 2 ഇവിടെ വെട്ടി, 2 ഇവിടെ വെട്ടി, 4 ഇവിടെ വെട്ടി, 4 ഇവിടെ വെട്ടി. ഇനി വേറെ ഏതുണ്ടോ? ഇല്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 1, 3, 5 1, 3, 5.
സോ കോമൺ എലമെൻറ്റ് എവിടെ നിന്നാണ് നമ്മൾ വെട്ടി ഒഴിവാക്കേണ്ടത്? പൂർണ്ണമായിട്ട് എന്ന് വെട്ടി ഒഴിവാക്കിയാൽ നമുക്ക് എയിലെ ബാലൻസ് എന്താണ്? 135. ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് 8ാമത്തെ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബി മൈനസ് എ ആണ്. അപ്പോൾ കോമൺ എലമെൻറ്റ് ബിയിൽ നിന്ന് വെട്ടിയിട്ട് ബാലൻസ് ഉത്തരം എടുക്കാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഇഫ് എ 9, ഇഫ് എ എന്ന് പറയുന്ന അതിൻ്റെ നമ്പർ ഓഫ് എ, അതിനെ കാർഡിനൽ നമ്പർ എന്നാണ് വിളിക്കാം. അത് കണ്ടെത്താം, സിമ്പിളല്ലേ. 10ാമത്തെ എ ബി സി, എ യൂണിയൻ ബി എന്നിട്ട് സി എന്ന് പറയുന്നത്, ആദ്യം എ യൂണിയൻ ബി ചെയ്യാം. എ യൂണിയൻ ബി ചെയ്യുമ്പോൾ എത്ര കിട്ടാം? എല്ലാം വരും അല്ലേ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ 2 ഓൾറെഡി വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, പിന്നെ 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്. ഇതാണ് എ യൂണിയൻ ബി. ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുക. സിയിൽ എത്രയാണ്? സിയിൽ വരുന്നത് 1 ഉണ്ട്, പിന്നെന്താണ് 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട് അല്ലേ. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കോമൺ ഫിഗർ എന്നല്ലേ പറഞ്ഞത്? 1 കോമൺ ആണ്, 3 കോമൺ ആണ്, 5 കോമൺ ആണ്, 7 ഇല്ല, 9 ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്ര 135. ആൻസർ എത്രയാണ്? 135. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, ലെസ് ദാൻ 100, ആൻഡ് എക്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? നമ്മൾ എക്സ് എന്ന് പറയുന്നത് 100ന് താഴെ ആയിരിക്കണം. ഓക്കെ, 100ന് താഴെ, പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 1ൻ്റെ സ്ക്വയർ ഉണ്ട്, 2ൻ്റെ സ്ക്വയർ ഉണ്ട്, 3ൻ്റെ സ്ക്വയർ ഉണ്ട്, 4ൻ്റെ സ്ക്വയർ ഉണ്ട്, 5ൻ്റെ സ്ക്വയർ ഉണ്ട്, 6ൻ്റെ സ്ക്വയർ ഉണ്ട്, 7ൻ്റെ സ്ക്വയർ ഉണ്ട്, 8ൻ്റെ സ്ക്വയർ ഉണ്ട്, 9ൻ്റെ സ്ക്വയർ ഉണ്ട്. 100ലേക്ക് എത്തുന്നില്ല. 100 ഇവിടെ വന്നുകൊണ്ട് ഇത് രണ്ടും എടുക്കണ്ട. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആൻസർ. ദ സെറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ 100 ആൻഡ് എക്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആൻസർ ഈസ് 1. നെക്സ്റ്റ് 2 ഇൻറ്റു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഏത് പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പർ, ഏത് പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പർ എടുക്കുമ്പോൾ ഫൈനൈറ്റ് ആണ്? ഫൈനൈറ്റ് അല്ലേ വരാം? അല്ല, ഇൻഫൈനൈറ്റ്. നമുക്ക് കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് ഇൻഫൈനൈറ്റ് ആണ് അത് വരാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും എന്നുള്ളത്? 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2 4. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോവുകയാണെങ്കിൽ ഈ സെറ്റ് എന്ത് സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റ്. ആൻസർ ഈസ് ഇൻഫൈനൈറ്റ് സെറ്റ്. 13ാമത്തേത്, നെക്സ്റ്റ് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വർക്കൗട്ട് ചെയ്യാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യാം, വേറെ ഡിസ്കഷൻ നടത്താവുന്നതാണ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് നൗ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 1-2 ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളിത് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കൺഫ്യൂഷൻ ആയത് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ ക്ലാസ്. ഓക്കെ, താങ്ക് യു.